പറയണ്ട. എന്റെ മോനും മരുമോളും കൂടി എന്നെ കൊണ്ടുപോവാതെ മറ്റേ സിനിമയ്ക്ക് പോയട മോനെ. മമ്മൂട്ടിയുടെ കടവാവലി കാണാൻ പോയി. മമ്മൂട്ടിയുടെ കടവാവലി. അയ്യോ അങ്ങനെയല്ല അതിന് പേര്, കണങ്കാവൽ എന്നാണ്. അങ്ങനെയായിരുന്നാ? അത് നിനക്ക് അറിയായിരുന്ന? അത്രേ മീറ്റർ കളയേണ്ട സാധനം ഉണ്ടായിരുന്നു, ഞാൻ കയറി പറയത്തില്ലായിരുന്നു. എന്നെ കൊണ്ടുവരാതെ പോയി, എന്നെ കൊണ്ടുപോകാതെ പോയി. ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ മരിക്കും. അവള് തിരിച്ചു വരുമ്പം ഞാനിവിടെ മരിച്ചു കിടക്കും. ഞാൻ ജീവിക്കത്തില്ല, ഞാനിനി ജീവിക്കത്തില്ല, ഞാനിനി ജീവിക്കത്തില്ല, ഞാനിനി ജീവിക്കത്തില്ല, ഞാനിനി ജീവിക്കത്തില്ല. എന്തിനാ വെറുതെ മൂത്തെന്തായിട്ട് പൗഡറോ? പൗഡർ അതെന്തിനാ മൂത്തം? ഏതായാലും ചാകാൻ പോവല്ലേ മക്കളെ. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണോടാ. ഇനി ഈ വീട്ടിലൊന്നും വേണ്ട. ഈ വീട്ടിൽ ഇനി ഇന്നു മുതല് തിരിപ്പൈ ഈ വീട്ടിൽ വേണ്ട. മുറുക്കാൻ ഈ വീട്ടിൽ വേണ്ട. അപ്പൊ മുറുക്കാനൊക്കെ എടുത്ത് കളഞ്ഞല്ലേ, അപ്പൊ നന്നാവാൻ തീരുമാനിച്ചു. അയ്യോ ഇത് എന്റേതല്ല, എന്റെ മരുമോളയുടെ അമ്മയുടെതാ. അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഇപ്പൊ അവളിവിടെ ഇല്ല, പെണ്ണിന്റെ അമ്മ ഇവിടെ ഇല്ല. മൂത്ത മോളെ വീട്ടെടുത്തോട്ട് അടിഞ്ഞൊരുങ്ങി പോയേക്കാണ്. പല്ലിപ്പം വെള്ളയൊക്കെ വാരി തേച്ചിട്ട് 2 ദിവസം കഴിഞ്ഞേ വരൂ. അതുവരെ എനിക്ക് സമാധാനം, സ്വസ്ഥത, വീട്ടിലിരുന്ന് തിരി ടി വി എങ്ങനെ കണ്ട് സമാധാനത്തിൽ ഇരിക്കാം. ഓ സിനിമയ്ക്കൊണ്ട വരട്ടെ. കടവാവില് കണ്ടില്ലെങ്കിൽ സീരിയൽ കാണാലോ, സീരിയൽ കാണാം. ആ അമ്മയുടെ മോനാണ് യവൻ. ഇങ്ങോട്ട് ഇറങ്ങി വാ. കല്യാണം 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 വേറെ കെട്ടടാ. കഴിഞ്ഞ ആഴ്ച തൊട്ട് കല്യാണം വരും, കല്യാണം വരും. മക്കളെ കെട്ടടാ, കെട്ട്, മണ്ഡപത്തിൽ കയറി കെട്ട്. അയ്യോ കറണ്ട് പോയി. ഓ ഇനി ഇപ്പം സദ്യ കാണാൻ പറ്റൂല, കല്യാണം കാണാൻ പറ്റൂല, പ്രസവം വരെ കാണാൻ പറ്റൂല. അതെങ്ങനെയാണ് നാത്തൂനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രസവം നടക്കണത്? സീരിയലല്ലേ, അതിൽ അങ്ങനെയൊന്നുമില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം, പ്രസവം, നൂലുകെട്ട് വരെ അവര് നടത്തും. ഇങ്ങോട്ട് വന്നേ. എന്റെ നാത്തൂനെ എന്തൊരു കോലമാണ്, ആകെ കോലം തിരിഞ്ഞു പോയല്ല. പറച്ചില് കേട്ടാത്തൊന്നും കണ്ടിട്ട് 5 വർഷമായി. ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. വന്നിട്ട് പറഞ്ഞിട്ടോ നാത്തൂനെ ഒരുപാട് മിസ് ചെയ്തല്ലേ? പല്ലടിക്കാൻ തറയിലിടും ഞാൻ. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു മനുഷ്യനായിട്ടും കിസ് ചെയ്തതല്ല, മിസ് ചെയ്തല്ലേ. തന്നെ കാണാണ്ട് ഒരുപാട് വിഷമിച്ചില്ലേന്ന്. നീ പോയതിനു ശേഷം എനിക്ക് വിഷമം. അവസാനം ഞാൻ നിന്റെ സാരിയും ബ്ലൗസും എല്ലാം കൂടെ വെച്ച് കെട്ടി തലയിൽ വെച്ചാണ് കിടന്നുറങ്ങിയത്. എന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്ന നാത്തൂനെ? സ്നേഹം കൊണ്ടല്ല മോളെ, എനിക്ക് തലേണ വെച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, പെടലി കുളുക്കും, അതാ. ഇതൊന്തൊരു തള്ള. അല്ലെങ്കിലും അതെ, ഈ തള്ളയെ മകരും എന്ന് എന്റെ കുടുംബത്തോട്ട് വന്നു കയറിയ അത് തുടങ്ങിയതാണ് എന്റെ കലികാലം. എന്റെ മോനെയും കുറ്റം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയ അപ്പൊ തുടങ്ങും തള്ളക്കൊരു നാടൻ പാട്ട്. എനിക്കിത് കേൾക്കണം. നീ പാടാ, സിനിമയും കണ്ടിട്ട് പാടാ. നിന്റെ പെണ്ണിനോ അമ്മേരെ വായിക്കണോ തരുമ്പോ ഞാൻ കേൾക്കണം. എന്നെ എന്റെ മോനെയും എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുമ്പോ എന്റെ മോൻ കരഞ്ഞോണ്ട് പറയും, അച്ഛനെ കാണണം, അച്ഛനെ കാണണം, അച്ഛനെ കാണണം, അച്ഛനെ കാണണം. അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ രവിയണ്ണനെ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് നാണം ഉണ്ടാ തള്ളേ? സ്വന്തം കൊച്ചി തന്തേനെ കാണണമെന്നും പറഞ്ഞ് കിടന്ന് കരയുമ്പോ അപ്പുറത്തെ വീട്ടിലെ രവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട്. ഈ രവിയണ്ണന് താടിയുണ്ട്, എനിക്ക് താടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചേ ഇങ്ങനത്തെ ഒരു നാണമില്ലാത്തൊരു അമ്മേമോനും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളോട് മിണ്ടാനായിട്ട് താല്പര്യമില്ല. അന്ന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട ബോംബിനേക്കാളും വലുതാ ഇപ്പൊ ഈ വീണേക്കുന്ന ബോംബ്. ഇത് ഒന്ന് നിന്നേ. അയ്യോ എന്നെ തല്ലിക്കൊന്നേ, എന്നെ തല്ലിക്കൊന്നേ. പ്രശ്നം ഉണ്ടാക്കിയത് അവര്, വീണത് ഞാൻ, കരയണത് അവര്. നാട്ടുകാരെ നിങ്ങളൊക്കെ വിചാരിക്കൂലേ ഞാൻ ഇവരെ ഇവിടെ ഇട്ട് കൊല്ലണേന്ന്? ഇങ്ങനെ നിന്നെ ഞാൻ തൊലക്കും. എന്റെ അടുത്ത് വന്നു നിന്നെ ഞാൻ തൊലക്കും. നിങ്ങളുടെ മോനെ നിങ്ങളോട് വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. എന്റെ അടുത്ത് മിണ്ടണ്ട. ഞാൻ എന്നോട് നിങ്ങളെ വിടാതിക്കണ്ട.
നീ മിണ്ടണ്ട പോ. പാടുന്നു. നീ മിണ്ടണ്ട. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇതെന്തുവാടാ ഇത്? ഇത് കണ്ണ്. കണ്ണിനകത്തെന്താ? അത് കൃഷ്ണമണി. അല്ലാതെ ഉണ്ടപ്പരിയൊന്നുമല്ലല്ലോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരും ഇവിടെ നിൽക്കണത് നീ കണ്ടില്ലേ? ഓ അങ്ങനെ. ഇതെന്താ ഇത്? വാ. ആ വായം തുറന്നേ. ആ അതെന്താ അത്? നാക്ക്. അല്ലാതെ ആറ്റുവാള അല്ലല്ലോ. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വാഴ അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെ രണ്ടുപേരും ഇരിക്കുകയാണെന്ന്. ആരുടെ നീ? ഞാന് എൻസുനിൽ. അയ്യോ, അതൊരു അസുഖം വരുമ്പോ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സാധനമില്ലേ? അത് ഇൻസുലിൻ. പിന്നെ ഇത് എൻസുനിൽ എന്റെ പേരാണ്. അമ്മച്ചി ഞാനൊരു ബ്ലോഗറാണ്. ആര്? ബ്ലോഗർ. കുമ്പത്രമഞ്ച് വന്നേ. ആ എന്താ അമ്മേ? നമ്മളെ തെങ്ങയിലെ രാഘവന്റെ മോളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അതാ വർഷാപ്പിലെ ചെറുക്കനെ കൂടി ഒളിച്ചോടി പോയില്ലേ? തേങ്ങോട്ടാ നമ്മളെ കുട്ടപ്പന്റെ. അത് പെറ്റി കിടക്കണല്ലേ? മോനെ, ഓ കെട്ടിക്കാൻ പ്രായമുള്ള പെമ്പിളുടെ കല്യാണം മൊത്തവും കഴിഞ്ഞു. ഇവിടെ ഒരു സംഭവം ഇല്ല. അമ്മ പോയിട്ട് വാ. അല്ല ഇതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞേ? മോൻ ബ്രോക്കറാണെന്ന് പറഞ്ഞു. ബ്ലോഗറെന്ന് ബ്ലോഗർ എന്നാ പറഞ്ഞത്. ആര്? ബ്ലോഗർ, ഈ ഫുഡ് ബ്ലോഗർ എന്ന് വെച്ചാ. അയ്യോ ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ഈ ബിസ്ക്കറ്റ് ഇത് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് വീതിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഇങ്ങനെ തരികയാണ്. മനസ്സിലായില്ലേ? ഇത് സോഷ്യൽ മീഡിയയിലെ സംഭവമാണ്. ഇത് ഞാൻ നാട്ടിലിറങ്ങി വീട്ടിലിറങ്ങിയൊക്കെ ഞാൻ ചെയ്യും. വൈറലാവണം. വൈറലായാൽ മാത്രമേ ഇതിന് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് യൂട്യൂബിൽ വരുന്ന ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് നല്ല നല്ല ട്രെൻഡ് ആവും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലൈഫിന് ചെയ്യണം. ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യണം. 5 മിനിറ്റ് അങ്ങോട്ട് പോവില്ലേ നീ ഇങ്ങനെ? അതായത് ഇത് ഞാൻ 10 വരെ എണ്ണും. 10 വരെ എണ്ണേനകത്ത് നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 100 വരും. അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ ഫുഡ് ചലഞ്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ നല്ലൊരു വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ 2 അമ്മച്ചിമാരുണ്ട്. നമുക്ക് അവരിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമുക്ക് അടിച്ച് പൊളിക്കും. ഫുഡ് ചലഞ്ച് ബിസ്ക്കറ്റാണ് ആദ്യം തിന്നുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ എണ്ണിയില്ലായിരുന്നു. നിനക്ക് എണ്ണ അറിയാൻ പാടില്ലേ? എനിക്ക് എണ്ണ അറിയാം. പിന്നെ നീ എന്താ എണ്ണാ? അല്ലാതെ അങ്ങനെയല്ല സംഭവം. ഇതിങ്ങനെ കൊണ്ടുവരുന്ന വല്ലതും കിട്ടോടാ നിനക്ക്? എന്തോ പരിപാടി എന്തുവായിരുന്നു? ഇതുപോലെ കൊണ്ടുപോയി വല്ലതും കിട്ടുമോ? അമ്മച്ചി ഒന്നും കിട്ടില്ല അമ്മച്ചി. ഇതൊന്നും വൈറലാവണ്ടേ? വൈറലായാലല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. നമ്മളെ തിന്നും പോയി. ഇനിയിപ്പം ചെയ്യാൻ പറ്റും. വന്ന സമയം കൊള്ളത്തിലുള്ള മോനെ എന്റെ മോനൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ സിനിമയ്ക്ക് പോയി നമ്മളെ കൊണ്ടുപോയില്ല. അയ്യോ കൊണ്ടുപോയില്ലേ? അയ്യോ അത് വളരെ മോശമായി പോയി കേട്ടോ. നിങ്ങളെ കൊണ്ടുപോകാത്ത വളരെ മോശമായി പോയി. എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊണ്ടുപോയാല്. ഭർത്താവ് മരിച്ചുപോയോ? പ്ലെയിൻ ക്രാഷില്. എങ്ങനെ? പ്ലെയിൻ ക്രാഷില്. എങ്ങനെ സംഭവം? പ്ലെയിൻ ക്രാഷിൽ എന്റെ കെട്ടിയോ മരിച്ചു പോയെന്ന്. എനിക്കതല്ല, അപ്പുറത്തെ ചാന്തേര ചാണകക്കുഴി എങ്ങനെ പ്ലേറ്റ് ആയാ എന്തോ. എന്താ മനസ്സിലായില്ല? എവളെ ഭർത്താവ് ചാന്തേര ചാണകക്കുഴിയിലാണ് വീണ് മരിച്ചത്. അതാണ് പ്ലെയിൻ. ഈ പെണ്ണുമ്പളൊക്കെ കുടുംബത്തോട്ട് ആരെങ്കിലും വന്ന് കയറുമ്പോ ഒപ്പ് തുടങ്ങുമല്ല. എന്റെ അടുത്ത് മൂപ്പിക്കാൻ പറ്റില്ല. എന്റെ ചെറുക്കന് ഞാൻ ഇവിടെ വന്ന് താമസം തുടങ്ങി. അന്നോട്ട് നീ തുടങ്ങിയതാണ്. എനിക്ക് നമുക്ക് ഒരു സ്വത്ത തരാതെ എനിക്ക് സ്വത്ത. എന്റെ മോനും സ്വത്തതയില്ല. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. എനിക്ക് സ്വത്ത വേണം. ഈ കുടുംബത്തിലേക്ക് സ്വത്ത വേണം. കേക്കണ്ടേ? കേക്കാം. എനിക്ക് സ്വത്ത തന്നിട്ടില്ല. എടാ നീ കേക്കണം. ഞാൻ പോണ്. ശരിയാവത്തില്ല. ഈ തള്ള എന്റെ കല്യാണത്തിന്റെ കള്ളക്കഥ പറഞ്ഞപ്പോഴത്തേക്ക് നീ ഇവിടെ നിന്ന് കേട്ടാ. പിന്നെ അവരുടെ കഥ കേൾക്കുമ്പോ നിനക്ക് എന്താ രസിക്കാണ്ട് നീ അപ്പൊ തന്നെ കെട്ടുകട പിറക്കി പോവാൻ നിക്കണത്? എന്ത് വള്ളി കേസ്? നീ കേട്ടിട്ട് പോയാ മതി. ഇവരെ അമ്പലപ്പറമ്പിട്ട് പിടിച്ചു കെട്ടിച്ചാ. സംഭവം വേറെ ഒന്നുമല്ല. എന്നെ കല്യാണം കഴിപ്പിച്ചത് പുരുഷാരവത്തിന്റെ ഉത്സവപ്പറമ്പിൽ വെച്ചാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അന്തസ്സാണ്. കഥാപ്രസംഗം നടക്കുന്ന ഒരു പറമ്പിൽ അന്ന് എന്നെ കാണാൻ ഇത്തിരി എല്ലാരും തലവെട്ടിച്ചങ്ങ് പോകുമായിരുന്നല്ലേ? അയ്യോ അതല്ലെന്ന്. എന്നെ കാണാൻ ഒരു ചിമിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെന്തപ്പോ കഥാപ്രസംഗം ഞാൻ ചെന്നിങ്ങനെ ഇരിക്കുമ്പം നമ്മളെ വീട്ടിൽ തൊട്ടപ്പുറത്ത് മുരളിയാണ് പുറകെ ഇരിപ്പുണ്ട്. കഥാപ്രസംഗം കൊണ്ട് തുടങ്ങി. മാന്യ സദസ്സിന് നമസ്കാരം പറഞ്ഞു തീർന്നത് മുരളി എന്നെ ഇവിടെ ചുരണ്ടലി. ഞാൻ മൈൻഡ് ചെയ്തില്ല. വീണ്ടും കൊണ്ട് തുടങ്ങി. കഥയുടെ പേര് അനീഷ്യ. അപ്പോഴും മുരളിയാണ് ഒരു ചുരണ്ടലി. ഞാൻ മൈൻഡ് ചെയ്തില്ല. അവസാനം ഈ ചുരണ്ടല് നാട്ടുകാർ കണ്ടടേ. അതെങ്ങനെ? മുരളി എന്നെ ചുരണ്ടാൻ വേണ്ടി വിരലിങ്ങനെ കൊണ്ടുവന്നത് കാതികൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കൂ. എല്ലാരെയും നോട്ടം എന്താ ഇവിടെ മുരളി എന്താ ഇങ്ങനെ പിടിച്ച് കല്യാണം യഥാർത്ഥ കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം.
പെണ്ണുമ്പുള്ളേ പണ്ട് ഇവരുടെ വീട്ടിൽ കറണ്ട് പോയ നേരത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് ഫ്യൂസ് കെട്ടാൻ ആ ഫ്യൂസ് കെട്ടാൻ വന്നവനെ ഈ ഫ്യൂസ് കെട്ടാൻ കണ്ടു നിന്നവളെ പിടിച്ചിട്ട് കെട്ടിച്ചാണ് നാട്ടുകാർ. അങ്ങനെ ഇവര് കല്യാണം കഴിച്ചത്. ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ മകന്റെ മുമ്പ് വെച്ചാണല്ലോ പല്ലു 32 തറയിൽ കിടക്കും അത്രയ്ക്ക് ദേശക്കാരൻ എന്റെ മോൻ. ആരാ നിങ്ങളെ മോൻ? അവൻ ശംഭുവാ. എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോൻ കഞ്ചാവെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചില്ല. അപ്പൊ ഇവര് പറയും അവൻ ശംഭുവാന്ന്. അവൻ എന്താ വെച്ചാൽ എനിക്ക് എന്തുവാ? എടാ നീ എന്തിനാ വന്ന ഇവിടെ? അമ്മച്ചി ഞാൻ കാര്യം പറയട്ടെ. അതായത് നമ്മുടെ ഈ ഫുഡ് ബ്ലോഗിൽ അടുത്തായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൽ ചോറാണ്. ഞെട്ടിക്കൽ ചോറ്. അതോടാ അത്. നിങ്ങൾ ചോറ് തിന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഞെട്ടിക്കും. നിങ്ങൾ ഞെട്ടിയാൽ ഞാൻ വിജയിച്ചു, എനിക്ക് ലൈക്ക് കിട്ടും. ആണ്. അത് കൊള്ളാം. ചോറുണ്ടാ? ചോറുണ്ട്. ഇതെല്ലാം പരിപാടി. ഇത് നിങ്ങൾ കഴിക്കുമ്പോണ്ടല്ലോ ഞാൻ നിങ്ങളെ ഞെട്ടിക്കും. ഞെട്ടിക്കുമ്പോണ്ടല്ലോ ഞാൻ വിജയിക്കും. കാര്യം മനസ്സിലായല്ലോ അല്ലേ? സംഭവം മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ നമ്മൾ ഞെട്ടിക്കൽ ചോറ് കറങ്ങിയിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് കാണാം. വാച്ച് ഇറ്റ്. ചോറിന്റെ ഇടയിൽ വന്നിട്ട് അയ്യോ ഞെട്ടില്ല. അല്ല ഞാൻ ഇത് അങ്ങനെ അല്ല. ഇത് നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ കൊണ്ട് കയ്യിൽ നിൽക്കത്തില്ല. ഇത് കൊള്ളത്തില്ല. അത് അല്ല അമ്മച്ചി അത് അങ്ങനെ അല്ല. നിങ്ങളത് എന്നെ എൻ്റെ അടുത്ത് സഹകരിക്കാത്തോണ്ടാണ്. ഇത് അങ്ങനെ അല്ല. ശരിയായില്ല. നിന്നെ കൊണ്ട് ഞെട്ടിയില്ല. എന്റെ പരിപാടിയൊക്കെ പൊളിഞ്ഞു പോ. ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇത് സംഭവം പൊളിഞ്ഞു. പ്രിയമുള്ളവരെ എൻ്റെ ഞെട്ടിക്കൽ സംഭവം ഇന്നത്തെ ഈ സംഭവം ചലഞ്ച് ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ തോൽപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് അമ്മച്ചിമാരാണ്. ഈ രണ്ട് നല്ല സൗന്ദര്യമുള്ള നല്ല അവരാണ്. അപ്പോൾ ആ സംഭവം പൊളിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചോറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് അവരടുത്ത് ചോദിക്കാം. അതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞോളൂ. ഈ ചോറിന്റെ കാര്യം പറഞ്ഞ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വയറ് ഭയങ്കര വേദന. ഒരു രക്ഷയില്ല. അങ്ങനെയൊന്നും പറയരുതെന്ന്. ഇത് എല്ലാ രീതിയിലും എനിക്ക് തോൽവിയാണല്ലോ. നാളെ നിനക്ക് എവിടെയാണ് ഈ ചോറിന്റെ പരിപാടി? ഈ ചോറിന്റെ പരിപാടി നാളെ ചോറിന്റെ പരിപാടി ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പുറത്താണ്. അവിടെ നാളെ ഞാനും ഇവളും കൂടി വരും. ഇതുപോലെ ചോറ് തിന്നും. കേട്ടാ? ഇപ്പൊ നീ ഞെട്ടിയില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിക്കൽ ചോറ്.